ഹലോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ആദായ വിൽപ്പനയ്ക്ക് കുറേ കോൺ വാങ്ങിച്ചില്ലായിരുന്നോ? അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഗോക്കപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ കോൺ. അപ്പോൾ അവന് ഞാൻ എങ്ങനെയാണ് കോൺ തയ്യാറാക്കി കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ അതിൻ്റെ ആ പപ്പും കൂടെ എല്ലാം പറിച്ച് വൃത്തിയായിട്ട് കഴുകിയ ശേഷം കുക്കറിലിട്ട് ഒരു വിസിൽ കേൾപ്പിക്കും കേട്ടോ. പിന്നീട് ഇത് ഞാൻ എങ്ങനെയാണ് പൊളിച്ചെടുക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. ആദ്യം തന്നെ ആ കോണിൻ്റെ ഒരു വരി അങ്ങ് സ്പൂണോ കത്തിയോ വെച്ച് നിങ്ങൾ ഇളക്കിയെടുക്കണം കേട്ടോ. അതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇങ്ങനെ തള്ളി കൊടുത്താൽ മതി കേട്ടോ. ഓരോരോ ഇതൾ നമുക്കിത് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. ആദ്യത്തെ മാത്രം നമുക്ക് ഇളക്കുന്നത് കുറച്ച് ടാസ്ക്കാണ്. ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ച് നിങ്ങളൊന്ന് ഇളക്കിയെടുത്താൽ മതി. അതിന് ശേഷം ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗം കോണെല്ലാം ഇങ്ങനെ കിട്ടും കണ്ടോ, നല്ല വൃത്തിയായിട്ട്. അതിന് ശേഷം ഇത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബട്ടർ എടുത്തിട്ട് പാനിലിട്ട് ചെറുതായിട്ട് ചൂടാകുമ്പം ഈ കോണും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കും കേട്ടോ. കാരണം ആ ബട്ടറിൻ്റെയും കുരുമുളകും മൊരിയുന്നതിൻ്റെ ടേസ്റ്റും ഉപ്പ് മൂപ്പിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ഈ ചോളത്തിനൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും കേട്ടോ. എന്നിട്ട് ഗോകുസാറിന് ഇങ്ങനെ അങ്ങനെ കൊടുക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചുമച്ച് നിറകെ കയറ്റി കേട്ടോ. പിന്നെ ഊതി കാണിച്ചതായിട്ടോ, അതായത് ചൂട് ഞാൻ ഊതുന്ന കണ്ട് അവൻ ഊതിയപ്പോൾ നിറകെ കയറിയതായിട്ടോ. അതിന് ശേഷം ആ നിറകെ കയറിയതെല്ലാം തുപ്പിക്കളഞ്ഞതിന് ശേഷം കൊള്ളാം കൈയടിക്കുന്നുണ്ട്, പിന്നെ തന്നെ തിന്നാന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ മക്കൾക്കും വലിയവർക്കും ഇങ്ങനെ കഴിക്കാൻ കേട്ടോ, ബെസ്റ്റാണ്.